പരിശുദ്ധ കുർബാനയിൽ നിശ്വാസമായിട്ട് ഈശോയിൽ നമ്മളെ ഇങ്ങനെ ഉറ്റുനോക്കുന്നത്. ഇന്ന് വിശുദ്ധ മധ്യേ നാം വായിച്ച കേട്ട സുവിശേഷമാണ് ജെറുസലേം ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന ഈശോ. ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയും എരിയുന്ന ഈശോ. പിതാവിൻ്റെ പ്രാർത്ഥനാ സ്ഥലമാണ് പ്രഖ്യാപിക്കുന്ന ഈശോ. നമ്മളെല്ലാവരും ദേവാലയമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഈശോയെ ഒത്തിരി സ്നേഹത്തോടെ നമ്മൾ ഉറ്റുനോക്കുന്നത്. കരങ്ങളൊന്ന് മാറോട് ചേർത്ത് വയ്ക്കും. കണ്ണുകളോടെ ശാന്തമായി അടച്ചു. പരിശുദ്ധ കുർബാനയിൽ നിന്ന് എന്നെ ഉറ്റുനോക്കുന്ന ഈശോയുടെ കണ്ണുകളെ മാത്രം നമ്മുടെ അടയപ്പെട്ട കണ്ണുകൾ കൊണ്ടുവരുന്നുണ്ട്. ഈശോ വ്യക്തിപരമായി നമ്മുടെ കണ്ണുകളിൽ വന്നിരിക്കുകയാണ്. പിതാവിൻ്റെ ആലയമാണ്. പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയം. ദൈവാത്മാവ് വസിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ് പ്രിയമായി മാറാൻ. പിതാവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വഴിയിട്ടുണ്ട്. നമ്മുടെ കാതുകളിൽ ഈശോ വന്നിരിക്കുന്നുണ്ടല്ലോ. പ്രിയമകനെ മകളെ, നീ ദൈവത്തിൻ്റെ ആലയം. നീയാകുന്ന ദേവാലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയിൽ എന്നെ വിരിയിക്കുന്നു. ഈ ആലയത്തിൽ ദേവാലയത്തിൽ വിശുദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ അതെല്ലാം പുറത്താക്കി വെടുക്കണം. ഈശോ ദേവാലയത്തിൽ പഠിപ്പിക്കുന്നതിന് വാക്യം ചെയ്ത് ദേവാലയം ശുദ്ധീകരിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ ആലയമാണെന്ന് എൻ്റെ ഈശോ. ഇവിടെ നിന്ന്